നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾ എന്തിനാ എപ്പോഴെപ്പോഴും ആ വീട്ടിലോട്ട് നോക്കുന്നേ? ഒരു ശല്യം പൊക്കോട്ടെ എന്ന് കരുതി അവര് നിങ്ങളെ ഇറക്കി വിട്ടതാ. പിന്നെ എന്തിനാ തിരിഞ്ഞു നോക്കുന്നേ? അവരാരെങ്കിലും ഇറങ്ങി വന്ന് നിങ്ങളെ തിരികെ വിളിക്കുമെന്ന പ്രതീക്ഷയെങ്കിൽ തെറ്റി. ആ പ്രതീക്ഷയൊന്നും വേണ്ട. അവരാരും നിങ്ങളെ ഇനി തിരികെ വിളിക്കാനൊന്നും പോകുന്നില്ല. ഒഴിപ്പിച്ചു വിട്ട ബാധയെ ആരെങ്കിലും തിരികെ വിളിക്കാൻ തയ്യാറാവോ? മീനാക്ഷി, ഞാൻ സത്യം പറഞ്ഞതാ. സത്യം പറയുമ്പോ വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. അവർക്കാർക്കും നിങ്ങൾ ഇനി ആവശ്യമില്ല. ആ, പണ്ടേ ആവശ്യമില്ല. അധികാരം ഭാവിച്ച് നടക്കുന്ന ഒരു വേലക്കാരി എന്ന അവര് നിങ്ങളെ കളിയാക്കി വിളിച്ചോണ്ടിരുന്നത്. ആ, അല്ലാതെ നിങ്ങളും കേട്ട് കാണും. സത്യത്തില് എനിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോ വിഷമമുണ്ട്. പക്ഷേ നേരായി തന്നെ പറയാതിരിക്കാൻ ഒക്കുവോ? എന്തിനാ മീനാക്ഷി എന്റെ ഹൃദയത്തിന് ഇങ്ങനെ കുത്തി നോവിക്കുന്ന? അയ്യോ, ഞാൻ കുത്തി നോവിച്ചതൊന്നും അല്ല. ഉള്ള സത്യം വിളിച്ചു പറഞ്ഞതാ. നിങ്ങൾക്ക് യാതൊരു റോളും ഇല്ലാത്തൊരു വീടായിരുന്നു ഇത്. നിങ്ങൾക്കൊരു റോളും ഇല്ലാത്ത സ്ഥലത്ത് എനിക്കെവിടെ റോള്? ഞാൻ വിക്രമാദിത്യന്റെ പിറകെ നടക്കുന്ന വേതാളം പോലെയല്ലേ? അല്ല, നിങ്ങൾ എന്തിനാ എന്നെ ഏറ്റെടുത്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നേ? യാതൊരു അധികാരവും ഇല്ലാത്ത സ്ഥലത്തേക്ക് നിങ്ങൾ എന്നെ കൊണ്ടുവന്നത് ബുദ്ധിമോശമായിപ്പോയി. എന്നെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചത് കാരണം ദേ നിങ്ങളും ഇപ്പൊ പെരുവഴിയിലായില്ലേ? ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്? കസ്റ്റോഡിയനായി വന്നിരിക്കുന്നു ഒരു രക്ഷകർത്താവ്. രക്ഷകർത്താവിന് തന്നെ രക്ഷയില്ല. കേറി കിടക്കാൻ കണ്ടവരുടെ അനുവാദം വേണം. കഷ്ടം. ഇനി കസ്റ്റഡിയിൽ വാങ്ങി എന്നെ എന്ത് ചെയ്യും? എവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കും? അതൊന്നും തൽക്കാലം നീ അറിയണ്ട. എന്റെ കൂടെ വന്നാ മതി. എങ്ങനെ 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 എന്റെ കൂടെ വന്നാ മതിന്ന്? അതൊന്നും പറ്റില്ല. ഇനി ഇതുപോലെ വല്ലവരുടെ വീട്ടിൽ പോയി താമസിച്ച് അവരുടെ കാട്ടും തുപ്പും കേൾക്കാനൊന്നും എന്നെ കിട്ടില്ല. അതെ, എവിടെയൊക്കെ എന്നെ കൊണ്ടുപോകുന്നെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയണം. അതറിയാതെ ഒരടി ഞാൻ മുന്നോട്ട് വെക്കില്ല. പറ, എങ്ങോട്ടാ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? അത് ബബ്ബാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എവിടേക്കാ പോകുന്നതെന്ന് കൃത്യമായിട്ട് എനിക്കറിയണം. ഇതിന് ഉത്തരം പറയാനില്ലേ? ഇല്ല. എന്നാലേ എനിക്ക് കാളച്ചന്തകളിൽ അലയാനും കടത്തണ്ടകളിൽ ഉറങ്ങാനും തീരെ സൗകര്യമില്ല. ഞാൻ എന്റെ പാട്ടിന് പൊക്കോളാം. മീനാക്ഷി, ദേ എന്റെ പിറകെ വന്നേക്കരുത്. ഇത്രയും നാള് നിങ്ങൾ എന്നെ പൊന്നുപോലെ നോക്കിയതെന്ന് ഞാൻ കോടതിയിൽ പറഞ്ഞോളാം. നന്ദി, ഞാൻ പോവാ. ഗുഡ് ബൈ. മീനാക്ഷി, 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 നിക്ക്. ദേ എന്റെ പിറകെ വരരുതെന്ന് ഞാൻ നിങ്ങളോട് മര്യാദയ്ക്ക് പറഞ്ഞതാ. മീനാക്ഷി, നീ പോരുത്. 6 മാസം നിന്നെ നോക്കിക്കൊള്ളാന്ന് നിന്റെ അച്ഛന് ഞാൻ ഉറപ്പ് കൊടുത്തതാ. ആ ഉറപ്പും കുറുപ്പിന്റെ ഉറപ്പും ഇപ്പൊ ഒരുപോലെ ആയില്ലേ? മീനാക്ഷി, നീ എന്റെ കൂടെ വന്നേ പറ്റൂ. ഞാൻ വരില്ല. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി. മീനാക്ഷി, ഞാൻ പറയുന്നത്. ഇത്ര ശല്യമായല്ലോ. ദേ എന്റെ പിറകെ വന്നാലുണ്ടല്ലോ. വേഗം വിട്ടോ. മീനാക്ഷി, ഒരു ജൗളിക്കട മുഴുവൻ നിന്റെ കയ്യിലുണ്ടല്ലോ. അച്ഛനും അമ്മയ്ക്കുള്ളതാണോ? അച്ഛനും അമ്മയ്ക്കും ഞാൻ എപ്പോഴും വാങ്ങിത്തരുന്നതാണല്ലോ. ഇത് ദേവമ്മയ്ക്കും ആ മീനാക്ഷിക്കും ഉള്ളതാ. ദേവമേ, ദേവമേ, ദേവമ്മ എവിടെ?
സാവിത്രി ചേച്ചി ഇവനെ വിളിച്ചൊന്നും പറഞ്ഞില്ലല്ലേ? ഇല്ല. ആ എന്നാ ഞാൻ പറയാം. എടാ മോനെ കാർത്തി, നിന്റെ ദേവമ്മയെ ഇവിടുന്ന് ഇറക്കി വിട്ടു. ഇറക്കി വിട്ടെന്നോ? ആ അവളെ മാത്രമല്ല ഇറക്കി വിട്ടത്, ആ മീനാക്ഷിയെ ഓടിച്ചു വിട്ടു. അവളെ കൈ കിട്ടിയില്ല, അതിനു മുമ്പേ ഓടിപ്പോയി. എന്ത് കാര്യത്തിന്? നന്ദിനി ഈ കുടുംബത്തിനെ ചതിച്ചതിന്. എടാ, ആ നന്ദിനിക്ക് ഇപ്പോഴും ജയേട്ടനുമായിട്ട് രഹസ്യ ബന്ധം ഉണ്ടെന്ന്. അമ്മേ, അമ്മ ദേവമ്മയെ കുറിച്ച് അനാവശ്യം പറയരുത്. അനാവശ്യമല്ല, ചേച്ചി പറഞ്ഞത് സത്യമാ. വല്യേട്ടന്റെയും മാധുരിയുടെയും മകളാ ആ മീനാക്ഷി. അതെല്ലാം മറച്ചു വെച്ചിട്ട് ഏട്ടത്തി അവളെ ഇവിടെ താമസിപ്പിച്ചിരിക്കായിരുന്നു. കള്ളത്തരം പറഞ്ഞ് എല്ലാവരെ പറ്റിച്ചതിനാ അമ്മ നന്ദിനി എടുത്ത് ഇവിടുന്ന് ഇറക്കി വിട്ടത്. അച്ഛൻ ഇതിനെക്കുറിച്ച് ഒന്നും പറയാനില്ലേ? ഞാൻ എന്തു പറയാന്? നിന്റെ അമ്മ പറയുന്നുണ്ടല്ലോ. ചില നേരങ്ങളിൽ ചില മനുഷ്യർ നിസ്സഹായരായി പോവും. ഞാനിപ്പോ നിസ്സഹായനാ, ബലഹീനനാ. ആരും ആരുടെയും പക്ഷം ചേർന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല. ആ നന്ദിനി, അവൾ ഈ കുടുംബത്തോട് കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരവാ. ഉണ്ട ചോറിന് നന്ദി കാണിക്കാത്തവള്, അന്നം കൊടുത്ത കൈക്ക് കടിക്കുന്നവള്. എന്റെ ദേവമ്മ അത്ര കാര്യമൊന്നും അല്ല. ഈ കുടുംബത്തിലുള്ളവരോട് സ്നേഹമുള്ളതുകൊണ്ട് ആ പെൺകുട്ടിയെ പെരുവഴിയിലാക്കാതെ ഇങ്ങോട്ടേക്ക് അവളെ കൂട്ടിക്കൊണ്ടു വന്നത്. തന്നെ ചതിച്ച് ഇട്ടിട്ട് പോയ ഭർത്താവിന് മറ്റൊരു സ്ത്രീയിൽ ജനിച്ച കുട്ടിയാണ് മീനാക്ഷി. സാധാരണ നിലയിൽ ഒരു സ്ത്രീയും ചെയ്യാൻ മടിക്കുന്ന ഒരു പുണ്യം എന്റെ ദേവമ്മ ചെയ്തത്. ഓ, അത് വലിയ കാര്യം. ഞാൻ പറയുന്നത് കേട്ടിട്ട് സംസാരിക്ക. അവരിവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന ആ മീനാക്ഷി അവരുടെ ആരുമല്ല. പക്ഷേ എന്റെ അമ്മയുടെ സ്വന്തം ആങ്ങളയുടെ മകളാ. എന്റെ അച്ഛന്റെ സ്വന്തം അനന്തരവള. കുഞ്ഞമ്മ അവന്റെ ചേട്ടന്റെ മകളാ. മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും പേരക്കുട്ടിയാ. നമ്മളൊക്കെയാ മീനാക്ഷിയെ പരിഗണിക്കേണ്ടത്. ഈ കുടുംബത്തോട് സ്നേഹമുള്ളതുകൊണ്ടാ ദേവമ്മ ആ മീനാക്ഷിയുടെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തത്. കുടുംബത്തോട് സ്നേഹവും നന്ദിയും കാണിക്കുന്നവരെ അടിച്ച് പുറത്താക്കുകയല്ല വേണ്ടത്. ആരാ ദേവമേ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയത്? ഞാനാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.